നമ്മളൊരു വടക്കേ ഇന്ത്യൻ പടിഞ്ഞാറേ ഇന്ത്യൻ പാർട്ടിയായിട്ട് വിശേഷിപ്പിച്ചാൽ തന്നെയും ബി ജെ പി ഈ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ ഒരുപക്ഷെ സാധ്യമല്ല എന്ന് കരുതുന്ന വിധത്തിൽ ബി ജെ ഡിയുമായും തിപ്രാമോത്തയുമായും ടി ഡി പിയുമായും ഒക്കെ സഖ്യം ഉണ്ടാക്കുന്നതൊന്നും ബി ജെ പി അക്കാര്യത്തിൽ 2024 അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മാത്രമല്ല അവർ പുറമേ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിനപ്പുറത്തേക്ക് വേറൊരു വികാരം നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സൗത്ത് ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലേത് 4ാമത്തെ തവണയാണ് നരേന്ദ്രമോദി വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരാൻ പോവുകയാണ് എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നരേന്ദ്രമോദി പ്രചരണം നടത്താൻ പോകുന്നു. വാരാണസി കഴിഞ്ഞിട്ട് കേരളത്തിലാണ് ആദ്യം എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. നോക്കൂ, ബി ജെ പി കർണാടകത്തിൽ ജെ ഡി എസുമായിട്ട് സഖ്യം ഉണ്ടാക്കി, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുമായിട്ട് സഖ്യം ഉണ്ടാക്കി, തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ ആയിട്ട് ഇപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വെറുതെ വിട്ടുകൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്, പകരം അവിടെയും ഒരു മത്സര സാധ്യത അവസാന ഘട്ടത്തിലും നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ 42 സീറ്റുകളിൽ അവരൊറ്റക്കാണ് മത്സരിക്കുന്നതെന്ന് കരുതുക. ഒരു പോസ്റ്റ് പോൾ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഇന്ത്യ സഖ്യത്തിന് ഇനിയൊരു 30 സീറ്റിൻ്റെ കുറവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള 22 സീറ്റിൻ്റെ കുറവുണ്ടെന്ന് വിചാരിക്കുക. തൃണമൂൽ കോൺഗ്രസ് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലുണ്ടെന്നാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാർഗെയിനിങ് പവർ കൂടുകയാണ്. വേണമെങ്കിൽ ബി ജെ പിയോടൊപ്പം പോകാൻ ഉളുപ്പില്ലാത്ത സ്ത്രീയാണ് മമതാ ബാനർജി. അല്ല, അങ്ങനെ ആയതല്ലോ. കാരണം ഇപ്പോൾ 98 പാർട്ടി രൂപീകരിച്ചപ്പോൾ തന്നെ വാജ്പേയിയോടൊപ്പം മന്ത്രിയായി. നോക്കൂ, 92 നരസിംഹറാവു മന്ത്രിസഭയിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റാ ഈ പറയുന്ന മമതാ ബാനർജി. അവിടെ മമതാ ബാനർജിയുടെ കരിയർ ഉയർത്തിയിട്ടേ ഉള്ളൂ. 98 കൃത്യമായി പാർട്ടി ഉണ്ടാക്കി വാജ്പേയിക്കൊപ്പം നിന്നു. 2004 യു പി എ വന്നപ്പോഴത്തേക്കും യു പി എമ്മിലെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് 2 സമയത്തും, 2004-ലും 2009-ലും. അല്ല, അസ്പൃശ്യതയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അസ്പൃശ്യതയൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്കില്ല. Meet the editors.